10,000 രൂപയ്ക്ക് മുകളിൽ സമ്മാനം കിട്ടുന്ന ടിക്കറ്റുകൾ, ആ ടിക്കറ്റുകൾ ലഭിക്കുന്ന ആളുകളാണോ ഈ TDSന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഹാജരാക്കേണ്ടത്? 10,000 രൂപയ്ക്ക് അതെ, തീർച്ചയായിട്ടും ആ ഗണത്തിൽ, അതായത് ഏത് തരത്തിലുള്ള ടാക്സ് കൊടുക്കണം, ഏത് തരത്തിലുള്ള ടിക്കറ്റിനാണ് അയാൾക്ക് പ്രൈസ് കിട്ടിയിട്ടുള്ളതിന് എന്ന് ആശ്രയിച്ച് TDS അടയ്ക്കേണ്ടവരാണെങ്കിൽ അവർ നേരിട്ട് തന്നെ ബാങ്കിനെ, ടിക്കറ്റ്, അതായത് ലോട്ടറീസിനെ അപ്രോച്ച് ചെയ്ത് ഈ എമൗണ്ട് ആ ടാക്സ് അടച്ചതിന് ശേഷം അവർക്ക് കിട്ടുകയുള്ളൂ. ലോട്ടറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ പിന്നെ നികുതി മാറ്റിയതിന് ശേഷമുള്ള ഈടാക്കിയതിന് ശേഷം മാത്രമേ അവർക്ക് ആ ഫണ്ട് കൊടുക്കുകയുള്ളൂ. ബമ്പർ അടിക്കുന്ന തുക അത് എവിടെ നിന്നായിരിക്കും കിട്ടുക? ആ ഭാഗ്യവാൻ എന്തൊക്കെ രേഖകളാണ് ഹാജരാക്കേണ്ടത്? അയാൾ ഹാജരാക്കേണ്ടത് അയാൾ അവിടെ ഹാജരാക്കാൻ അയാൾക്ക് രേഖ അയാളാണെന്ന് ഉള്ള രേഖയും ടിക്കറ്റും ഹാജരാക്കിയാൽ മതി. അത് കിട്ടിക്കഴിയുമ്പോഴാണ് എല്ലാം നികുതി അടച്ചല്ലോ. അപ്പോൾ അവിടെ നിന്ന് തന്നെ ആ ഓരോ നികുതി TDS അടച്ചത്, അങ്ങനെ ഏതൊക്കെ നികുതികൾ ഇനിയുണ്ട്, സർചാർജ്, പിന്നെ അതുപോലെ തന്നെ വിദ്യാഭ്യാസ സെസ് എന്നും പറഞ്ഞ് 2-3 സെസ്സും ഒക്കെ ഉണ്ട് അവർ കൊടുക്കേണ്ടത്. ഇതെല്ലാം കൊടുത്തിട്ട് അതൊക്കെ കൊടുത്തു എന്നുള്ളതിൻ്റെ രസീത്, ഏതൊക്കെ എമൗണ്ട് ഈ ഭാഗ്യശാലിയുടെ എമൗണ്ടിൽ നിന്ന് കുറച്ചിട്ടുണ്ടോ ആ കുറച്ചതിൻ്റെ എല്ലാം രസീത്, പിന്നെ സെസ്സും ഇവിടെ നിന്ന് പിരിക്കാനുണ്ട് കേട്ടോ, അതൊക്കെ എടുത്തും ആ രസീതൊക്കെ കയ്യിൽ വാങ്ങിച്ചിട്ട് വേണം ഈ ഫണ്ടുമായിട്ട് അദ്ദേഹം വീട്ടിലേക്ക് പോകാൻ. എന്നിട്ട് എപ്പോഴും ആ രസീതുകൾ സൂക്ഷിക്കണം, അല്ലെങ്കിൽ ആ രസീതിനുള്ള ഡിമാൻഡ് വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. അയ്യോ അത് തന്നില്ല ഇത് തന്നില്ല എന്നും പറഞ്ഞ് ആരെങ്കിലുമൊക്കെ ചോദിച്ചെന്നിരിക്കും. അപ്പോൾ ഈ 25 കോടി ബമ്പർ അടിക്കുന്ന ഭാഗ്യവാൻ ആ തുക എങ്ങനെ ക്രിയാത്മകമായി ചിലവഴിക്കും? അതായത് അവൻ്റെ കയ്യിൽ ആകെ കിട്ടുന്നത് 10-10.5 കോടി രൂപയാണ്. ഇപ്പോഴും 40% വെച്ചാകുമ്പോൾ അതിലും താഴെ കിട്ടുകയുള്ളൂ കയ്യിൽ. അങ്ങനെ കിട്ടുന്ന എമൗണ്ട് നമുക്കറിയാമല്ലോ, ഈ നികുതി അടച്ചു പോകുന്ന കാര്യമൊന്നും സാധാരണക്കാർക്ക് അറിയില്ല. അവനെ ചുറ്റിപ്പറ്റി സുഹൃത്തുക്കൾ, അന്ന് അതുവരെ ശത്രുക്കളായിരുന്നവർ പോലും നിനക്ക് വേണ്ടി ജീവൻ പോലും കളയാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് നടക്കുന്നവർ കാണും. ഇവരെല്ലാം ഇങ്ങനെ ഒരു വെളിച്ചത്തിലേക്ക് വരുന്ന ഈയാമ്പാറ്റകളെ പോലെ വന്ന് ഓരോ പ്രശ്നങ്ങളും, ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ്, പിന്നെ വലിയ രോഗം ബാധിച്ചതും മരണാസന്നരായിരിക്കുന്നതും ഒക്കെ പറഞ്ഞു വരും. ഇവരെ ഒന്നും കണ്ടില്ലെന്ന് നടിക്കുക. കാരണം ഇന്നലെ വരെ ഇല്ലാതിരുന്ന കാരുണ്യം ഇന്ന് ഒഴുകാൻ തുടങ്ങരുത്. ഞാൻ ഈ തരത്തിൽ ഇത്തിരി മെച്ചമായേക്കാം എന്ന് വിചാരിക്കരുത്. വളരെ ശാന്തമായി ചിന്തിച്ച് ഈ പറയപ്പെട്ട ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ട് എന്ന് ഉറപ്പ് വന്നാൽ അവരെ ഇത്തിരി സഹായിക്കുന്നതിൽ കാരണം അവരെ സഹായിക്കാൻ ഈ ഭാഗ്യവാനേക്കാൾ അർഹതപ്പെട്ട ഗവൺമെൻറ്റും പരിപാടികളും ഈ സംസ്ഥാനത്തുണ്ട്. അപ്പോൾ അവൻ്റെയൊക്കെ ഈ പറയപ്പെട്ട ദുരിതം അനുഭവിക്കുന്നവരുടെ ദുരിതമെല്ലാം ഏറ്റെടുക്കാൻ ഈ ഭാഗ്യക്കുറി വാങ്ങിച്ച് ജീവിതം അതിനുവേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്ന ഈ മനുഷ്യൻ ഇറങ്ങി പുറപ്പെടരുത്. പറ്റുന്നെങ്കിൽ അത് തന്നെ നിയർ വൺസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ പ്രശ്നങ്ങൾ അയാൾക്ക് തന്നെ അറിയാമായിരിക്കും. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുവെങ്കിൽ ഇത്തിരി വല്ല സഹായം. അതും ഞാൻ പറയണത് ഈ കിട്ടിയത്, അതായത് ലോട്ടറി അടിക്കുന്നവന് ജീവിതത്തിൽ ഒരിക്കലായിരിക്കും ലോട്ടറി അടിക്കുന്നത്, അതിൻ്റെ പിറ്റേ ദിവസം മുതൽ അവൻ്റെ കഷ്ടകാലം തുടങ്ങുകയെന്നാണ് ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടുള്ളത്. കാരണം ഇങ്ങനെ കൊടുത്ത് അവസാനം കടം മേടിക്കേണ്ട അവസ്ഥയിൽ വന്ന ലോട്ടറി അടിച്ച മനുഷ്യരുടെ കഥകളുണ്ട്. അതുകൊണ്ട് അവർ എപ്പോഴും ഓർത്തിരിക്കുന്നത്, നിങ്ങളെപ്പോലുള്ള ചാനലുകൾ ഇത്തരം കാര്യങ്ങൾ അവരോട് പറയുന്നത്, അവരെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒറ്റ സോഴ്സിൽ തന്നെ ഇത് കൊണ്ടൊന്ന് ബാങ്കിലിട്ട് കളയാം, അല്ലെങ്കിൽ ഇത് കൊണ്ടൊന്നൊരു കൊട്ടാരം പണിത് കളയാം എന്നല്ല വിചാരിക്കേണ്ടത്. ഡൈവേഴ്സിഫൈഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, എങ്ങനെ ഈ പണത്തെ ഏറ്റവും പ്രയോജനപ്രദമായ രീതിയിൽ, ക്രിയാത്മകമായിട്ട് ഉൽപാദനപരമായ രീതിയിൽ, അതായത് ഒരു രീതി മാത്രം ഇൻവെസ്റ്റ് ചെയ്യാതെ, അവന് വീടില്ലേ, ഒരു സാമാന്യം കൊള്ളാവുന്ന ഒരു വീട് പിന്നെ ഉണ്ടാക്കാനായിട്ട് നോക്കണം. ഓക്കെ, അതിന് 1 കോടി മാറ്റി വെച്ചു എന്നിരിക്കട്ടെ, 1 കോടി പോരല്ലോ, അതിന് വസ്തു മേടിച്ചു, പിന്നെ വീട് വെക്കാനുള്ള ഒരു എമൗണ്ട് അത് ബാങ്കിൽ കൊണ്ട് ഉടനെ നിക്ഷേപിക്കുക, ഒരു 1 ഇയറിലേക്കെങ്കിലുമായിട്ട് നിക്ഷേപിക്കുക. അത് കഴിഞ്ഞ് ബാക്കിയുള്ള പണവും അതുപോലെ ഓരോ കുട്ടികൾ പഠിക്കാനുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഏത് വർഷമാണ് കോളേജിൽ പോകുന്ന അവസരം എത്തുക കുട്ടി, അഥവാ എൻജിനീയറിങ്ങിനോ അല്ലെങ്കിൽ മെഡിസിനോ, അതും അല്ലെങ്കിൽ വിദേശ വിദ്യാഭ്യാസത്തിനോ, അപ്പോൾ അതൊക്കെ കണക്ക് കൂട്ടിക്കൊണ്ട് അതിനൊക്കെയുള്ള പണം മറ്റുള്ളവരുടെ ഉപദേശം സ്വീകരിക്കാൻ നിൽക്കാതെ സ്വന്തം കുടുംബത്തിലുള്ള പിന്നെ വിവരമുള്ളവരുമായിട്ട് സംസാരിച്ച് തീരുമാനങ്ങളെടുത്ത്, ഇനി വിവരമുള്ളവരാരും കുടുംബത്തിലില്ല എന്നുണ്ടെങ്കിൽ എക്സ്പേർട്സുമായിട്ട് സംസാരിക്കുക. അതായത് ഈ വക കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന തരത്തിലെ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോസൊക്കെ നന്നായി പറയാൻ പറ്റുന്നവർ, പണം പിടുങ്ങാനല്ലാതെ വരുന്നവരുമായിട്ട് സംസാരിച്ച്
അതായത് സത്യത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നത് നമ്മൾ തന്നെയാണ്, നമ്മുടെ കുടുംബത്തിലുള്ളവരാണ്. അപ്പോൾ തീരുമാനിച്ചു കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് എന്ത്, ഒരു മകളെ കെട്ടിക്കാനുണ്ട്, അവൾക്ക് വേണ്ടി എന്ത് ഇൻവെസ്റ്റ് ചെയ്യണം, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ തീരുമാനിച്ച് ഓൾഡ് ഏജ് 60 കഴിയുമെന്നോ ഇപ്പോഴും ഓർക്കണം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.